it's me Marina Javi. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വൈകിട്ട് കട്ടൻ കാപ്പിയുടെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഇനി ചായയും കാപ്പിയും ഒന്നും ഇല്ലെങ്കിൽ തന്നെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള മുഴുവനായിട്ടുള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോറൈറ്റ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് നീളത്തിൽ തണ്ടോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് തണ്ടോട് കൂടിയിട്ട് തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോറൈറ്റ്സ് എല്ലാം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം അതിൻ്റെ അകത്ത് കിടന്നൊന്ന് തിളച്ചാൽ മതിയാവും. അത് കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ചൂടുവെള്ളത്തിലോട്ട് ചേർത്തിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത കോളിഫ്ലവർ എല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് 1 കപ്പോളം കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോർക്കോ ഒരു വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അല്പാൽപ്പായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നുമില്ലാതെ നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ബാറ്റർ റെഡി ആക്കി എടുക്കാം. അപ്പം നമ്മൾ പൊടികളൊക്കെ ചേർത്ത സമയത്ത് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഞാനതിപ്പോൾ ചേർത്ത് കൊടുക്കാണ്ടോ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതിനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഈ ഒരു നല്ലൊരു കട്ടിയിലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കോട്ടിങ് കോളിഫ്ലവറിൽ പിടിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഞാനിതിപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയമൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചു. ഇനി ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച കോളിഫ്ലവർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.